നമസ്കാരം. സെറ്റിൻ്റെ ഈ വർഷത്തെ എക്സാമിനേഷനൊക്കെ ഇപ്പോൾ അങ്ങ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എക്സാമിനെ പറ്റി വളരെ മിക്സഡ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഒക്കെയാണ് വരുന്നത്. ചിലർക്ക് എളുപ്പമായിരുന്നു, ചിലർക്ക് പാടായിരുന്നു അല്ലേ. അപ്പോൾ എളുപ്പവും പാടൊക്കെ തീരുമാനിക്കുന്നത് നമ്മളെങ്ങനെ ആ എക്സാമിനെ പ്രിപ്പയർ ചെയ്തല്ലേ, എങ്ങനെ എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്നതനുസരിച്ച് അടിസ്ഥാനപ്പെടുത്തിയ. നന്നായിട്ട് പഠിച്ചെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ചെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ ഈസി ആയിട്ടുള്ള പരീക്ഷകളായിരിക്കാം. അല്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ പാടുവരാം. അപ്പോൾ അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. നമ്മുടെ ക്വസ്റ്റ്യൻസ് ഓരോ ക്വസ്റ്റ്യൻസും നമ്മളൊന്ന് നോക്കാൻ പോവുകയാണ്. നോക്കിക്കഴിയുമ്പോൾ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ നമുക്ക് മനസ്സിലാവും. എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചത് എന്തെങ്കിലും പോരായ്മ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ ഒരു ഡിസ്കഷൻ കഴിയുമ്പോൾ എന്ത് ചെയ്യും മനസ്സിലാവും. അപ്പോൾ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, നമ്മൾ എക്സാമിന് തലേന്നായി ഇന്നലെ ഫസ്റ്റ് പേപ്പറുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ ജനറൽ പേപ്പറുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ അല്ലെങ്കിൽ ചില ഡിസ്കഷൻസ് നമ്മൾ വെച്ചിരുന്നു. ലൈവ് ഡിസ്കഷൻ വിദ്യാവേദി സംഘടിപ്പിച്ചിരുന്നു അല്ലേ. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ വിദ്യാവേദിയുടെ ക്ലാസ് കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, ഒരേ സ്വരത്തിൽ അവർ പറയും, ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ ഈ പരീക്ഷയിൽ ഒരുപാടുണ്ടായിരുന്നു എന്നുള്ളത് അവർക്കറിയാം അല്ലേ. ഇപ്പോൾ ഓരോ പരീക്ഷ കഴിയുമ്പോഴും ഓരോ ആളുകളൊന്ന് പറയും, ഞാൻ പറഞ്ഞ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അത് ഉൾപ്പെട്ടിരുന്നു, ഇല്ലെങ്കിൽ ഇന്ന മാർക്ക് ചോദിച്ചിരുന്നു എന്നൊക്കെ പറയും, അവകാശവാദങ്ങൾ ഉന്നയിക്കും. പക്ഷേ ഞാൻ ഒരിക്കലും, അല്ലെങ്കിൽ വിദ്യാവേദി ഒരിക്കലും അങ്ങനെ അവകാശവാദങ്ങൾ ഉന്നയിക്കില്ല. കാരണം ഇന്നത്തെ ക്ലാസ് കണ്ടിട്ടുള്ളവർക്ക്, വിദ്യാവേദിയുടെ സെറ്റിൻ്റെ കോച്ചിങ് കൂടിയിട്ടുള്ള ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. എന്തറിയാൻ പറ്റും? ഈ പറയുന്ന ചോദ്യങ്ങളിൽ നമ്മുടെ ക്ലാസ്സുകളിൽ നിന്ന്, നമ്മൾ സിലബസ് കവർ ചെയ്തതിൽ നിന്ന്, ഇന്നലെ നമ്മൾ സംഘടിപ്പിച്ച ലൈവ് സെക്ഷനിൽ നിന്ന് നമ്മൾ ഒരിക്കലും വിട്ടു പോകരുത്, സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നൊക്കെ എന്ത് വന്നിട്ടുണ്ട്? പല ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് നമ്മൾ കാണും. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ വൈസ് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം, the specialized agency of United Nations which celebrated century in 2019. 2019 അല്ലെ സെഞ്ചുറി സെലിബ്രേറ്റ് ചെയ്യുന്ന യുണൈറ്റഡ് നേഷൻ്റെ ഓർഗനൈസേഷൻ. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ വളരെ എടുത്തു പറഞ്ഞിട്ടൊരു കാര്യം, അതായത് UN-നെ പറ്റി, UN-യുടെ പ്രധാനപ്പെട്ട ഓർഗൻസ് ഏതൊക്കെയാണ്, പ്രധാനപ്പെട്ട അതുപോലെ തന്നെ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സുകൾ, ഓരോ ഓർഗനൈസേഷൻ്റെയും പ്രധാനപ്പെട്ട ഹെഡ് ക്വാർട്ടേഴ്സ്, ഫങ്ഷൻസ് കൃത്യമായിട്ട് നോക്കണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ നിന്ന് UN-ൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്, ഈ വർഷത്തെ UN-നുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, UN-യുടെ ഏത് ഏജൻസിയാണ് 2019 എന്ത് ചെയ്യുന്നത്? സെഞ്ചുറി സെലിബ്രേറ്റഡ് ഇറ്റ് സെഞ്ചുറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇച്ചിരി എന്താണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല, അല്പം ഒരു നോക്കിയിരുന്ന ആളുകൾക്ക് അത് മനസ്സിലാവുള്ളൂ. കുറച്ച് ഇൻഡെപ്ത് റീഡിംഗ് ഉള്ള ആൾക്ക് എന്ത് ചെയ്യുള്ളൂ, ആ ക്വസ്റ്റ്യൻ മനസ്സിലാവുള്ളൂ. അപ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലേബർ, അല്ലെ, എന്താണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? എന്താണ്? ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനാണ്. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനാണ് എന്ത് ചെയ്യുന്നത് 2019 അല്ലെങ്കിൽ സെഞ്ചുറി സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ ഏത് ഓർഗനാണെന്ന് ചോദിച്ചാൽ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആണെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്തിരിക്കുക. ഇത് അടുത്ത ചോദ്യം നോക്കുക. എന്താണ് അടുത്ത ചോദ്യം? സരസ്വതി സമ്മൻ അവാർഡ് 2020, അതായത് 13th എഡീഷനിലെ സരസ്വതി സുമൻ അവാർഡ് നേടിയിരിക്കുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് കറണ്ട് അഫയേഴ്സ് നോക്കുമ്പോൾ പ്രധാനപ്പെട്ട അവാർഡുകൾ ഓസ്കാർ, ഗ്രാമി, ബുക്കർ തുടങ്ങിയ അവാർഡുകളുടെ കൂട്ടത്തിൽ നമ്മൾ നോക്കേണ്ട ഒരു അവാർഡാണ്. ഹയസ്റ്റ് ലിറ്റററി അവാർഡ് കൂട്ടത്തിൽ പെടാവുന്ന ഒരു അവാർഡാണ്, പ്രസ്റ്റീജിയസ് ആൻഡ് ഹയസ്റ്റ് ലിറ്റററി അവാർഡാണ്. അതേത് അവാർഡാണ്? സരസ്വതി സമ്മൻ അവാർഡാണ്. അത് ആർക്കാണ് കിട്ടിയിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ് അല്ലേ. ഓപ്ഷൻ സി ആണ്. ശരൺകുമാർ ലിംബലയ്ക്കാണ് എന്ത് കിട്ടിയിരിക്കുന്നത്? ശരൺകുമാർ ലിംബലയ്ക്കാണ് എന്ത് കിട്ടിയിരിക്കുന്നത്? ഈ വർഷത്തെ സരസ്വതി സമ്മൻ അവാർഡ് കിട്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഓർത്ത് വെക്കണം. അല്ലെങ്കിൽ അതായിരുന്നു എന്ത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു മറാത്തി ദളിത് റൈറ്ററാണ്. സനാതൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൃതിക്കാണ് എന്ത് കിട്ടിയിരിക്കുന്നത്? ഈ പറയുന്ന അവാർഡ് കിട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് രണ്ടാമത്തെ ചോദ്യങ്ങളിലൊന്നാണ് അത് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത ചോദ്യം എന്താണ്? 10ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 10ാമത്തെ ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് അക്കോർഡിംഗ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? അതായത് ഭരണഘടന പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് ടു ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അപ്പോൾ ഇന്നലെ ഞാൻ നമ്മുടെ ലൈവ് സെക്ഷനിൽ പറഞ്ഞിരുന്നു, നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ ഒരു ഡയഗ്രാം നമ്മൾ കാണിച്ചിരുന്നു. വളരെ കൃത്യമായിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഇത് ഒരിക്കലും വിട്ടുപോകരുത്. കാരണം 2-3 മാർക്ക് വരെ നമ്മൾ കിട്ടുമെന്ന് വളരെ ഉറപ്പിച്ച് ഇന്നലെ പറഞ്ഞിരുന്ന ഒരു പോർഷൻ ആയിരുന്നു. അതുപോലെ തന്നെ വന്നിട്ടുണ്ട് അല്ലേ. വളരെ സിമ്പിളാണ്. റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ്, ആർട്ടിക്കിൾ 32 അനുസരിച്ച് 5 റിട്ടുകളുടെ കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ എന്താണ്? റൈറ്റ് ടു ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, അത് നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കൂട്ടാൻ പറ്റത്തില്ല. ഇത് നമുക്കറിയാം. 14, 15, 16 തുടങ്ങിയിട്ടുള്ള ആർട്ടിക്കിളിലെ എന്താണ് ഒരു എന്താണ്
അതിൻ്റെ ഒരു വാലിഡ് പ്രിൻസിപ്പിളായിട്ട് മെൻഷൻ ചെയ്യുന്ന ഒരു ഇതാണ് 14 അതുപോലെ തന്നെ 39 16-ൻ്റെയൊക്കെ ആർട്ടിക്കിളിൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർട്ടിക്കിളിൻ്റെ 14 16 39 തുടങ്ങിയ ആർട്ടിക്കിളിൻ്റെ വാലിഡ് പ്രിൻസിപ്പിളായിട്ട് നമുക്ക് പറയാവുന്നതാണ് എന്ത് ഈ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്ന് പറയുന്ന ഒരു പോർഷൻ. പക്ഷേ അത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തില്ല, കൺസിഡർ ചെയ്തില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് റൈറ്റ് ടു ഫ്രീഡം 1 അതുപോലെ തന്നെ 3 4 ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ പെടും. ഇതിനകത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ പെടാത്തത് ഏതാണ്? അത് രണ്ടാമത്തെയാണ്. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ അല്ലേ. വിച്ച് യു ഫോളോവിങ് ആർ ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അക്കോർഡിംഗ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ പെടാത്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ച് നോക്കി മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒരു ആൻസർ ചെയ്യാൻ പാടുള്ളൂ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അക്കോർഡിംഗ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇതിനകത്ത് ഏതോ ഒന്ന് എന്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ല. അപ്പോൾ അത് ഏതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഏതാണ്? ഓപ്ഷൻ 2 ആണ്. അപ്പോൾ 1 3 4 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കുക. Some events related to social reforms movement in Kerala are given below. What is correct chronological order in which they occurred? അതായത് കാലക്രമ അടിസ്ഥാനത്തിൽ ഏതാണ് സംഭവിച്ചത്? കേരള റിനൈസൻസ്, കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട, കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഓക്കെ, നമുക്ക് നോക്കാം. വില്ലുവണ്ടി സമരം ഏത് കാലഘട്ടത്താണ് വന്നിരിക്കുന്നത്? അത് 1893 അയ്യങ്കാളുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നതാണ്. 1893 വന്നിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മിശ്രഭോജനം എന്നാണ് വന്നിരിക്കുന്നത്. മിശ്രഭോജനം വന്നിരിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1917 മെയ് 29 സഹോദരൻ അയ്യപ്പൻ്റെ എന്ത് വന്നിരിക്കുന്നത്? മിശ്രഭോജനം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹം അത് 1931 SNDP വരുന്നത് 1903. അപ്പോൾ കാലക്രമ അടിസ്ഥാനത്തിൽ നമുക്ക് ഏത് പറയാം? ആദ്യം ഇവിടെ വരേണ്ടത് നടന്നത് 1893 എന്ന വില്ലുവണ്ടി സമരമാണ് അല്ലേ. വില്ലുവണ്ടി സമരമാണ് ആദ്യം വന്നിരിക്കുന്നത്. ദെൻ അടുത്ത ഏതാണ് വന്നിരിക്കുന്നത്? നമുക്കറിയാം SNDP യോഗമാണ് അല്ലേ. SNDP യോഗമാണ് അടുത്തത്. 1903 വന്നിരിക്കുന്നത്. അടുത്തത് വന്നിരിക്കുന്നത് മിശ്രഭോജനം 1917. ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്താണ് ഗുരുവായൂർ ഇൻസിഡൻറ്റ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഇവിടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണെന്നുള്ള കാര്യം ഓർക്കുക. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. 1 വില്ലുവണ്ടി സമരമാണ്, പിന്നെ വരുന്നത് SNDP ആണ്, ദെൻ അതുപോലെ പിന്നെ വരുന്നത് മിശ്രഭോജനമാണ്, ദെൻ ലാസ്റ്റ് വരുന്നതാണ് ഗുരുവായൂർ സത്യാഗ്രഹം. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്ത് വെക്കുക. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 12 നോക്കുക. നാദുല പാസ് നമുക്കറിയാം, വളരെ കറണ്ട് അഫയേഴ്സ് ആണ്. പത്രം വായിച്ചിട്ടുള്ള ആൾക്കാർക്കറിയാം അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. പഞ്ചാബ് ആൻഡ് പാകിസ്ഥാൻ ഏത് പ്രദേശമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന നാദുല പാസ് വന്നിരിക്കുന്നത്? നമുക്കറിയാം നാദുല പാസ് എന്ന് പറയുന്നത് എന്താണ്? ഓൾഡസ്റ്റ് സിൽക്ക് റൂട്ടിൽ പെടുന്നതാണ് എന്ന് നമുക്കറിയാം. സിൽക്ക് റൂട്ടിൽ ലൊക്കേറ്റ് ചെയ്യുന്നതാണെന്നുള്ള നമുക്കറിയാം. അപ്പോൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? ഏതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? 12ാമത്തെ ആൻസർ ബി ആണെന്നുള്ള കാര്യം ഓർക്കുക. സിക്കിമിനെയും ടിബറ്റ്, അതായത് ചൈനീസ് പ്രൊവിഷൻ എന്ന് പറയുന്ന അതിൽ ടിബറ്റ്, സിക്കിമിനെയും ടിബറ്റിനെയും കണക്ട് ചെയ്യുന്നതാണ് നാദുല പാസ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ ബി ആണെന്നുള്ള കാര്യം ഓർക്കുക. നോക്കുക, ഇനി ഫസ്റ്റ് യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെൻറ്റ് UNCHE ഫസ്റ്റ് യുണൈറ്റഡ് നേഷൻ്റെ ഹ്യൂമൻ എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട ആദ്യത്തെ കോൺഫറൻസ് എവിടെയാണ് സംഘടിപ്പിച്ചിരുന്നിരിക്കുന്നതാണ് ചോദിക്കുന്നത്. അത് സ്റ്റോക്ക്ഹോമിൽ. ആൻസർ സി ആണ്. 1972 സ്റ്റോക്ക്ഹോം കോൺഫറൻസ് നടക്കുന്നത്. അപ്പം യുണൈറ്റഡ് നേഷൻസിൻ്റെ കോൺഫറൻസ് നടക്കുന്നത് UNCHEയുടെ കോൺഫറൻസ് നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ കോൺഫറൻസ് ഫസ്റ്റ് യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് ഹ്യൂമൻ എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് സ്റ്റോക്ക്ഹോമിലാണ്. 1972 ആ കോൺഫറൻസ് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് 15ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 15ാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ദ ഏജ് ഓഫ് പീരീഡ് ഈസ് റിഗാർഡഡ് ആസ് ദ ഗോൾഡൻ ഏജ് ഇൻ യൂറോപ്യൻ ഹിസ്റ്ററി. സിമിലർലി ഇൻ ഇന്ത്യ വിച്ച് പീരീഡ് ഈസ് കൺസിഡർഡ് ആസ് ദ ഗോൾഡൻ ഏജ്? അത് ചുമ്മാ വളച്ച് ചോദിക്കുന്നതാണ്, ഡയറക്റ്റായിട്ട് ചോദിക്കാവുന്നേ ഉള്ളൂ. എന്താണ് ഇന്ത്യൻ പീരീഡിൽ ഗോൾഡൻ ഏജ് അല്ലെങ്കിൽ സുവർണ്ണ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത് ഏത് പീരീഡിലാണെന്നാണ് ചോദിക്കേണ്ടത്. വളരെ ഡയറക്റ്റായിട്ട് ചോദിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് മൗര്യ പീരീഡ് ഉണ്ട്, ഗുപ്ത പീരീഡ് ഉണ്ട്, മുഗൾ പീരീഡ് ഉണ്ട്, വിജയനഗര പീരീഡ് ഉണ്ട്. ഇവിടെ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം സുവർണ്ണ കാലഘട്ടം. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഹിസ്റ്ററി പഠിക്കുന്നതാണ്. സുവർണ്ണ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? അത് ഗുപ്ത പീരീഡിലാണ് അല്ലേ. ഗുപ്ത പീരീഡിലാണ്. ഇപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഗുപ്ത പീരീഡ്. അതായത് 4-5 CE ഒരു പീരീഡാണ് അല്ലേ. 4 മുതൽ അല്ലെങ്കിൽ 4 to 6 CE ഉണ്ടായിരുന്ന ഗുപ്ത കാലഘട്ടത്തിലാണ് വരുന്നത്. മാത്സ്, അതുപോലെ തന്നെ അസ്ട്രോണമി, സയൻസ്, റിലീജിയൻ തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ആ കാലഘട്ടത്തിൽ മനുഷ്യൻ നേടിയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ത് പറയുന്നത്? അത് ഗോൾഡൻ ഏജ് അല്ലെങ്കിൽ സുവർണ്ണ കാലഘട്ടം എന്ന് ഗുപ്ത കാലഘട്ടത്തെ അല്ലെങ്കിൽ ഗുപ്ത പീരീഡിനെ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം മാച്ച് ദ ഫോളോയിങ് ആണ്.
ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ UN ഒക്കെ ബന്ധപ്പെട്ട് അതിൻ്റെ ഏജൻസികളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് പഠിക്കണം, അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് നമ്മൾ പഠിക്കണമെന്ന് ക്ലാസ്സുകളിൽ എപ്പോഴും പറയാറുള്ളായിരുന്നു. അതുപോലെ തന്നെ എന്ത് വന്നിട്ടുണ്ട്, മാച്ച് ദ ഫോളോയിങ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ ആ കാര്യങ്ങളിൽ ഉൾക്കൊണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്കൊരു എബവ് 72 അല്ലെങ്കിൽ എന്താണ് ഒരു 70-90 മാർക്കിനുള്ളിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ ഇന്നലത്തെ ആ ഒരു ഗൈഡ് ലൈൻ സ്വീകരിച്ച ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി അത് എവിടെയാണ്, എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിയറ്റ്നാമിലാണ് അല്ലേ, വിയറ്റ്നാം എന്ന് ഓർക്കുക, വിയറ്റ്നാമിലാണ് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി. ഇനി ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എല്ലാവർക്കും അറിയാം, ഹേഗിലാണെന്നുള്ള കാര്യം. ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എവിടെയാണ്, നെതർലാൻഡ്സിലെ ഹേഗിലാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ദെൻ അതുപോലെ തന്നെ അടുത്ത എന്താണ്, വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ എവിടെയാണ്, അത് ജനീവയിലാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ജനീവയിലാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ദെൻ അതുപോലെ തന്നെ അവസാനമായിട്ട് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അതായത് IMFൻ്റെ എവിടെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, വാഷിങ്ടൺ DC-യിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഹേഗും വാഷിങ്ടൺ DC-യും അറിയാം. അപ്പോൾ അത് വെച്ചെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കറക്കിയെങ്കിലും കുത്താം. അപ്പം അതെങ്കിലും കറക്കി കുത്തണമെങ്കിൽ നമുക്ക് ഈ ഹേഗും അതുപോലെ തന്നെ ഈ പറയുന്ന IMFൻ്റെ ഒക്കെ എവിടെയാണെന്ന് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ അറിയണം. അപ്പോൾ ഇവിടെ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക. ഇനി അടുത്തത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, GST. ഞാൻ പറഞ്ഞിരുന്നു, അതായത് നമ്മുടെ ജനറൽ പേപ്പറിൻ്റെ ക്ലാസ്സുകൾ എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യമാണ്, GSTയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം എപ്പോഴും വരാറുണ്ട്. കറണ്ട് അഫയേഴ്സുമായിട്ടോ അല്ലെങ്കിൽ എക്കണോമിക്സിൻ്റെ ഫീൽഡിൽ നിന്നൊക്കെ എന്ത് ചെയ്യാൻ വേണ്ട ഈ പറയുന്ന ചോദ്യങ്ങൾ വരാറുണ്ട്, ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുക, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അതായത് GST വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ആസ് പെർ ഡാഷ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് നമ്മൾ 42ും 44ും എല്ലാം പറഞ്ഞത്, അതിൻ്റെ കൂടെ വളരെ പ്രധാനപ്പെട്ടവർക്കും കൂടെ നിങ്ങൾ നോക്കിയിരിക്കണം. അപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് വിട്ടു പോകരുതെന്ന് ഇന്നലത്തെ ലൈവ് ക്ലാസ്സിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അതനുസരിച്ചുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് GST എപ്പോഴാണ് നിലവിൽ വന്നതെന്നാണ് സാധാരണഗതി ചോദിക്കാറ്. സെറ്റിൻ്റെ എക്സാമിന് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ചോദിക്കും. അപ്പോൾ അതെന്താ, ഏത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ച്, ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് പ്രകാരമാണ് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ A ആണ്, 109 ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ് GST എന്ന് പറയുന്നത് സർവീസ് ടാക്സ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നമ്മുടെ ആഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. 2017 ജൂലൈ 1 അത് നിലവിൽ വന്നിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യുക. സാധാരണ എന്നാണ് നിലവിൽ വന്നിരിക്കുന്ന ഡേറ്റ് ആണ് ചോദിക്കാറ്. പക്ഷേ ഇവിടെ ഒരു പടി കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, കടന്ന് അത് ഏത് അമെൻമെൻറ്റ് വഴിയായിട്ടാണ് വന്നിരിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് 18ാമത്തെ ക്വസ്റ്റ്യനാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, കറങ്ങി തിരിഞ്ഞ് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. ഇൻ ഇന്ത്യ ക്രോപ്സ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻടു റാബി ആൻഡ് ഖാരിഫ് ക്രോപ്സ് ബേസ്ഡ് ഓൺ ദ ക്ലൈമറ്റ് കണ്ടീഷൻ. ദ വേർഡ് റാബി ആൻഡ് ഖാരിഫ് ഒറിജിനേറ്റഡ്, റാബിയും ഖാരിഫും എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ എന്താണ് ക്വസ്റ്റ്യൻ അത്ര വലിച്ചിടേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ആൻസർ D ആണ്. അറബിക്കിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഇത് വന്നിരിക്കുന്നത് അല്ലേ. മുഗൾ കാലഘട്ടത്തിൽ ഡ്യൂറിങ് ദ മുഗൾ പീരീഡിലാണ് എന്ത് വന്നിരിക്കുന്നത്, ഈ പറയുന്ന വിളകൾ വന്നിരിക്കുന്നത്. അത് അറബിക് ടൈമാണ്. ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ്, അറബിയിൽ നിന്നാണെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചിരിക്കുക. ദെൻ 20ാമത്തെ മാച്ച് ദ ഫോളോയിങ് ആണ്. നമ്മൾ ഇന്നലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സുകൾ നോക്കണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ഇമ്പോർട്ടൻറ്റ് ഡേയ്സുകളും. അപ്പം എല്ലാ ഡേയ്സുകളും ഏത് ഡേയ്സ് ചോദിക്കും നമുക്ക് അറിയാൻ പറ്റില്ല, എങ്കിലും പ്രധാനപ്പെട്ട ചില ദിവസങ്ങൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ ടീച്ചേഴ്സ് ഡേയുമായി ബന്ധപ്പെട്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നോക്കി വെച്ചിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ ടീച്ചേഴ്സുമായി ബന്ധപ്പെട്ട് എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താണ് ടീച്ചേഴ്സ് ഡേയുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ 5 ഇവിടെ ഇല്ലല്ലോ, ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഓപ്ഷൻ തെറ്റുപറ്റിയതാണോ എന്നൊക്കെ ഒരുപാട് പേര് ഇപ്പം പരീക്ഷ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓപ്ഷന് തെറ്റുപറ്റിയതാണോ അല്ലേ നമുക്ക് നോക്കാം. ഓക്കെ, നാഷണൽ സ്പോർട്സ് ഡേ ആണ് ചോദിച്ചിരിക്കുന്നത്. നാഷണൽ സ്പോർട്സ് ഡേ എന്നാണ്, അത് ഓഗസ്റ്റ് 29 A3 അല്ലേ, ഓഗസ്റ്റ് 29 എന്ത് വന്നിരിക്കുന്നത്, നമ്മുടെ നാഷണൽ സ്പോർട്സ് ഡേ. അതുപോലെ തന്നെ വേൾഡ് ടീച്ചേഴ്സ് ഡേ, ഇന്ത്യൻ ടീച്ചേഴ്സ് ഡേ അല്ല, വേൾഡ് ടീച്ചേഴ്സ് ഡേ ആണ് ചോദിച്ചിരിക്കുന്നത്. വേൾഡ് ടീച്ചേഴ്സ് ഡേ എന്നാണ്, അത് ഒക്ടോബർ 5 വേൾഡ് ടീച്ചേഴ്സ് ഡേ വന്നിരിക്കുന്നത്. ഇന്ത്യൻ ടീച്ചേഴ്സ് ഡേ അല്ല ചോദിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 5 ആണെങ്കിൽ നമുക്ക് എഴുതാം, ഇത് വേൾഡ് അതാണ് ഞാൻ പറയുന്നത്. ഓരോ ചോദ്യത്തിൻ്റെയും തുടക്കവും ഒടുക്കവും അതിൻ്റെ എല്ലാ ഭാഗങ്ങളും എന്ത് ചെയ്യണം, നിങ്ങൾ വളരെ കൃത്യമായിട്ട് വായിച്ച് നോക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഒക്ടോബർ 5 വേൾഡ് ടീച്ചേഴ്സ് ഡേ. ഇനി നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ നാഷണൽ എഡ്യൂക്കേഷൻ ഡേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നാഷണൽ എഡ്യൂക്കേഷൻ ഡേ എന്നാണ് നവംബർ 11 2008 മുതലാണ് നമ്മൾ
നവംബർ 11 എന്ത് ചെയ്യുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് നമുക്കറിയാം. എന്തിനാണ് അത്? ബർത്ത് ആനിവേഴ്സറി. ഇന്ത്യയുടെ ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിട്ടുള്ള മൗലാന അബ്ദുൽ കലാം ആസാദ് സാറിൻ്റെ ബർത്ത് ആനിവേഴ്സറിയുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ആ ദിവസം നവംബർ 11 എന്ത് ചെയ്യുന്നത്, ഈ 2008 മുതൽ നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ഇനി വേൾഡ് ഹെൽത്ത് ഡേ ആണ്. വേൾഡ് ഹെൽത്ത് ഡേ ആണ് ചോദിച്ചിരിക്കുന്നത്. വേൾഡ് ഹെൽത്ത് ഡേ എന്നാണ്? വേൾഡ് ഹെൽത്ത് ഡേ April 7 വേൾഡ് ഹെൽത്ത് ഡേ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഇവിടെ ചോദിക്കുന്ന നാഷണൽ ഡേയും വേൾഡ് ഡേയും കൂടെ മിക്സ് ചെയ്താണ് ചോദിച്ചിരിക്കുന്നത്. അത് പറഞ്ഞ് കുറച്ചുകൂടി ഒരു അഡ്വാൻസ് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഓരോ കാര്യങ്ങളും പഠിക്കാനായിട്ട്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. 26ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 26ാമത്തെ ചോദ്യം, മുദ്രയുടെ എക്സ്പാൻഡഡ് ഫോം. ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ NCERT പോലുള്ള അതിൻ്റെയൊക്കെ എക്സ്പാൻഡഡ് ഫോം. കഴിഞ്ഞ വർഷം ആയുഷിൻ്റെ എക്സ്പാൻഡഡ് ഫോം ചോദിച്ചിരുന്നു. എന്താണ് ആയുഷ് എന്ന് പറയുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളുന്നത്? അപ്പോൾ മുദ്ര എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷന് പറഞ്ഞു ഓരോ ഇതുകൂട്ടുള്ള ചില പ്രോഗ്രാംസ്, പോളിസികൾ, അതുപോലെ തന്നെ ഈ UGC, NCT, NCERT, SCERT തുടങ്ങിയിട്ടുള്ളവയുടെ എല്ലാം ഫുൾ ഫോം അറ്റ്ലീസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വേണം. എക്സ്പാൻഡഡ് ഫോം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. അത് നോക്കിയിട്ടുള്ള ആളുകൾക്ക് ഇത് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ, സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ മുദ്ര എന്ന് പറയുന്ന അത് ഏതിൻ്റെയാണ്? അത് ഓപ്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ എക്സ്പാൻഡഡ് ഫോം എന്താണ്? ഇതിൻ്റെ എക്സ്പാൻഡഡ് ഫോം മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി. അതാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ. April 8, 2015 നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പ്രൊവൈഡിങ് ലോൺ ടു ദ 10 lakh ടു അല്ലെങ്കിൽ നോൺ കോപ്പറേറ്റീവ് നോൺ ഫാംസിനൊക്കെ സ്മോൾ മൈക്രോ എൻ്റർപ്രൈസിനൊക്കെ ഓൺട്രപ്രനർ ഒക്കെ ഉള്ള ആളുകൾക്ക് ചെറിയ ലോൺ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് റീഫിനാൻസ് ഏജൻസി, അതാണ് മുദ്രയുടെ ഫുൾ ഫോം എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്ഷൻ സി ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ദെൻ അതുപോലെ തന്നെ അടുത്ത ചോദ്യം വരുന്നത് വിച്ച് ഈസ് എ ഫോളോയിങ് ഈസ് ക്രിപ്റ്റോ കറൻസി. നമ്മൾ എക്കണോമിക്സ് പഠിക്കുമ്പോൾ പഠിച്ച സാധനമാണ്. ബേസിക്കായുള്ള ക്രിപ്റ്റോ കറൻസി എന്താണെന്ന് നമുക്കറിയാം. എന്താണ് ക്രിപ്റ്റോ കറൻസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് പറയാൻ പറ്റും? ഇറ്റ്സ് എ ഫോം ഓഫ് പേയ്മെൻ്റ് ആണ്, അല്ലേ? ഫോം ഓഫ് പേയ്മെൻ്റ് ആണെന്നുള്ള കാര്യം. ക്യാൻ ബി എന്തിനാണ്? ദാറ്റ് ക്യാൻ ബി എക്സ്ചേഞ്ച്ഡ് ഓൺലൈൻ ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓൺലൈനായിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോം ഓഫ് പേയ്മെൻ്റ് ആണെന്നുള്ള കാര്യം. ഇറ്റ്സ് എ ഫോം ഓഫ് പേയ്മെൻറ്റ് ദാറ്റ് ക്യാൻ ബി എക്സ്ചേഞ്ച്ഡ് ഓൺലൈൻ ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണെന്നുള്ള കാര്യം ഓർക്കുക. ഓപ്ഷൻ ഡി, അല്ലെ? ഓപ്ഷൻ ഡി ആണ്. ഫാസ്റ്റ് ക്യാഷിംഗാണ്. ഇത്തരം ക്യാഷിംഗ് എന്തിനും അല്ലെങ്കിൽ ബിറ്റ് കോയിനൊക്കെ എന്താണ് ഈ പറയുന്ന ക്രിപ്റ്റോ കറൻസിയിൽ വരുന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ്. ഫാസ്റ്റ് ക്യാഷ് എന്ത് വരുന്നില്ല, ഈ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കാര്യമല്ല. ദെൻ 28ാമത്തെ, the United States rover which landed Mars in February. നാം പറഞ്ഞിരുന്നു ഈ സ്പേസ് ദൗത്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉറപ്പായിട്ടും നോക്കിയിരിക്കണം. കാരണം അതൊരു പോർഷനിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് നോക്കി വെക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നോക്കിയിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും കറണ്ടാണ് അല്ലേ മാർസിൻ്റെ ദൗത്യം കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ലോഞ്ചിനെ പറ്റി റോവർ വിച്ച് ലാൻഡഡ് ഓൺ മാർസിൽ ലോഞ്ചിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ പെർസീവറൻസ് ആണെന്നുള്ള കാര്യം ഓർക്കുക. പെർസീവറൻസ് ആണ് മാർസ് ദൗത്യം 2021 ബന്ധപ്പെട്ട്. ഇവിടെ ഓപ്ഷൻ എ ആണെന്നുള്ള കാര്യം ഓർക്കുക. പെർസീവറൻസ് ആണെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ അടുത്തതാണ് കോഡ് ഗ്രൂപ്പ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ബ്രിക്സ്, കോഡ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളുടെ കൂട്ടായ്മയുണ്ട്. ഇറ്റ്സ് ഇൻഫോർമൽ ഒരു ഗ്രൂപ്പിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കോഡ് മെമ്പേഴ്സ് ആരൊക്കെയാണ്, എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെമ്പേഴ്സ് ഓഫ് കോഡ് ഗ്രൂപ്പ് എന്തിനാണ്? ദ കോയിലേഷൻ ഓഫ് മാരിടൈം ഡെമോക്രസീസ് ഫോം ടു എൻഷുർ സസ്റ്റെയിൻ ആൻഡ് ഓപ്പൺ ഫ്രീ ആൻഡ് പ്രോസ്പെറസ് ഇൻ ടു പസഫിക് റീജിയനിലും ബന്ധപ്പെട്ട ഈ പറയുന്ന ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ്സ് ആണ്. കുറച്ച് രാജ്യങ്ങളുടെ ഗ്രൂപ്പിനെ കോഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ കോഡ് ഗ്രൂപ്പിന് ബന്ധപ്പെട്ട് നിങ്ങൾ ഈ ക്യൂ കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഈ ഓപ്ഷനിൽ കാണുന്ന എന്താണ്, ഖത്തർ എന്നൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഓർത്ത് വയ്ക്കും. പക്ഷേ കോഡ് ഗ്രൂപ്പിൽ ഏതൊക്കെ രാജ്യങ്ങളേ ഉള്ളൂ? 4 രാജ്യങ്ങളാണ് കോഡ് ഗ്രൂപ്പിനകത്തുള്ളൂ. 4 രാജ്യങ്ങളേ ഉള്ളൂ. ആ 4 രാജ്യങ്ങളിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ജപ്പാൻ, ഇന്ത്യ, ഓസ്ട്രേലിയ, ഈ 4 ഗ്രൂപ്പുകളാണ് ഇവിടെ വരുന്നത്, കോഡ് ഗ്രൂപ്പിനകത്ത് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വളരെ കറണ്ട് അഫയേഴ്സ്, കറണ്ട് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ, അതായത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എഡ്യൂക്കേഷൻ സ്കീം എന്നൊക്കെ രീതിയിൽ നമുക്ക് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു. എഡ്യൂക്കേഷൻ നോക്കുമ്പോൾ പ്രീ ഇൻഡിപെൻഡൻസും നോക്കണം, പോസ്റ്റ് ഇൻഡിപെൻഡൻസും കാലഘട്ടത്തിലെയും വളരെ കൃത്യമായിട്ട് നോക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതായത് നമ്മുടെ മോഡേൺ എഡ്യൂക്കേഷൻ, അതായത് മെക്കാളെ മിനിറ്റ്സ്, ഹണ്ടർ കമ്മീഷന്, വുഡ് ഡെസ്പാച്ച്, ഹണ്ടർ കമ്മീഷന്, ഇതിനു ശേഷം നമുക്കിവിടെ കൊണ്ടുവന്നുള്ള 3 കമ്മീഷൻസ് ഉണ്ട് അല്ലേ, കോത്താരി കമ്മീഷൻ, രാധാകൃഷ്ണൻ കമ്മീഷൻ, മുതലാർ കമ്മീഷൻ, അങ്ങനെ തുടങ്ങിയ കമ്മീഷൻ തുടങ്ങി എഡ്യൂക്കേഷൻ പോളിസി തുടങ്ങി നിങ്ങൾ
നിങ്ങൾ കൃത്യമായിട്ട് നോക്കണമെന്ന് ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. അത് നോക്കിയിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുക, അതിനോട് കണക്ട് ചെയ്ത് കറണ്ട് അഫയേഴ്സ് എന്ന രീതിയിൽ ഇതൊരു ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റാണ്. അപ്പോൾ ഈ ടീച്ചിങ് മേഖല, എഡ്യൂക്കേഷൻ മേഖലയിലുള്ള എല്ലാ കറണ്ട് അഫയേഴ്സും എല്ലാ ഫാക്റ്റും നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, അത് ഏറ്റവും റീസെൻ്റ് ആയിട്ട് 2020 നമുക്കറിയാം ഒരുപാട് ഡിസ്കഷൻ നടന്നിട്ടുള്ള പോളിസിയാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. അപ്പോൾ 2020 ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ റീപ്ലേസ് ചെയ്തിട്ടുള്ളത്, അതായത് 10+2 സ്ട്രക്ചർ റീപ്ലേസ് ചെയ്തു. അത് ഏതാണ് ആ റീപ്ലേസ് ചെയ്ത സ്ട്രക്ചർ? അതായത് 10+2+ എന്ന് പറയുന്ന ഫോർമുല നമ്മൾ ഫോളോ ചെയ്യുന്ന ആ പാറ്റേൺ അല്ലെങ്കിൽ ആ എഡ്യൂക്കേഷൻ സ്ട്രക്ചർ റീപ്ലേസ് ചെയ്ത 2020 ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിലെ സ്ട്രക്ചർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കിതിൻ്റെ ആൻസർ നമുക്കറിയാം, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി ആണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ആൻസർ, അല്ലേ? 5+3+3+4 അതാണ് ഓപ്ഷൻ ഡി. എഡ്യൂക്കേഷണൽ പാറ്റേൺ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 5+3+3+4 ആണ് നമ്മുടെ ആൻസർ, അതായത് ഓപ്ഷൻ ഡി ആണ്. നമുക്കറിയാം ഫൗണ്ടേഷണൽ സ്റ്റേജ് 3 to 8 ഇയേഴ്സ് വരുന്ന, അതായത് 5 വർഷ കാലഘട്ടത്തെ 3 to 8 ഇയേഴ്സ് വരുന്ന 3 to 8 വരുന്ന ഫൗണ്ടേഷണൽ സ്റ്റേജ്, അതാണ് ആദ്യത്തെ 5 സ്റ്റേജ് എന്ന് പറയുന്നത്. ദെൻ 3 ഇയർ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ, 3 വർഷത്തെ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ വരുന്നത്, അതായത് 8 to 11 അല്ലേ. ദെൻ പ്രിപ്പറേറ്ററി സ്റ്റേജ് 11 to 14 വരെ പ്രിപ്പറേറ്ററി സ്റ്റേജ് വരുന്നുണ്ട്, അതാണ് അടുത്ത 3 ഇയർ. ദെൻ സെക്കൻഡറി സ്റ്റേജ് എന്ന് പറയുന്നത് 14 to 18 വരുന്ന സെക്കൻഡറി സ്റ്റേജ്. അപ്പോൾ ഈ എഡ്യൂക്കേഷൻ പാറ്റേൺ നിങ്ങൾ എന്തായാലും ഓർത്ത് വെച്ചിരിക്കുക. ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 5+3+3+4 ആണ്, അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. വിന്നർ ഓഫ് ഇനാഗുറൽ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് 2021 സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്, പ്ലസ് കറണ്ട് അഫയേഴ്സ് ആണ്. 2021 വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ വിന്നർ, ഇനാഗുറൽ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ വിന്നർ ആരാണ്? അത് ന്യൂസിലൻഡാണ്, അല്ലേ? നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ന്യൂസിലൻഡാണ് വിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഓപ്ഷൻ 31ാമത്തെ ചോദ്യമാണ്. നോക്കുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂണിയൻ ടെറിട്ടറി ഇൻ ഇന്ത്യ വേർ, അതായത് 2019 നമ്മൾ യൂണിയൻ ടെറിട്ടറിയോട് മെർജ് ചെയ്തിട്ടുള്ള പ്രദേശം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നവംബർ 26, 2019 ലോക്സഭയിൽ ഹോം അഫയേഴ്സ് മിനിസ്റ്ററായിട്ടുള്ള അമിത് ഷാ കൊണ്ടുവന്നിട്ടുള്ള ഈ പറയുന്ന ബില്ലനുസരിച്ച് അല്ലെങ്കിൽ ആക്ട് അനുസരിച്ച് നമ്മൾ ചില പ്രദേശങ്ങളെ യൂണിയൻ ടെറിട്ടറിയുടെ ഭാഗമാക്കിയിട്ടുണ്ട്. അത് ഏതാണ് ആ ടെറിട്ടറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ആണെന്നുള്ള കാര്യം ഓർക്കുക. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക് ആണ് നമ്മൾ ഓടിപ്പോയി നിങ്ങളത് നോക്കാറുണ്ട്, പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യമാണ് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടാണ്. ദ ഗാന്ധി പീസ് പ്രൈസ് 2020 വാസ് അവാർഡഡ്. ആർക്കാണ് ഗാന്ധി പീസ് പ്രൈസ് കൊടുത്തിരിക്കുന്നത് എന്നാണ് ചോദ്യം. അത് ഓപ്ഷൻ ബി ആണ്, ഷെയ്ഖ് മുജിബുർ റഹ്മാനാണ് 2020 ഗാന്ധി പീസ് പ്രൈസ് കിട്ടിയിരിക്കുന്നുള്ള കാര്യം ഓർക്കുക. ദെൻ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 36ാമത്തെ ചോദ്യം വരിക. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത കൂട്ടത്തിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഇംഗ്ലീഷ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് നിങ്ങൾ നോക്കണം. ഇംഗ്ലീഷ് പഠിച്ചിട്ടുള്ള ആൾക്കാർക്കറിയാം, എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ഈ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇവിടെ പേഴ്സൺ ഹു ലുക്സ് ഓൺലി ദ ഡാർക്കർ സൈഡ് ഓഫ് ലൈഫ്, നമ്മളെപ്പോഴും പറയില്ല നെഗറ്റീവ് അടിപ്പിക്കുന്ന ആളെന്നൊക്കെ നമ്മൾ പറയില്ല, അല്ലേ? നെഗറ്റീവ് വൈബ് ഉണ്ടാക്കുന്ന ആളെന്നൊക്കെ വേണം നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെയുള്ള ആരാണ് ചോദിക്കുന്നത്? നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, പെസിമിസ്റ്റിക് ആണ് നമ്മൾ ആൾ പറയാം, അല്ലേ? വളരെ നെഗറ്റീവായിട്ട് ഡാർക്ക് സൈഡ് മാത്രം കാണുന്ന ആൾ. അപ്പോൾ ഇതുപോലെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് നോക്കിയിട്ടുള്ള ആൾക്കാർക്ക് അറിയാമായിരിക്കും, അത് നോക്കിയിട്ടില്ലാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അറിയാനും പാടില്ലായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം വളരെ ഡെപ്തിലുള്ള ചോദ്യമാണ്. വായിച്ചു കഴിയുമ്പോൾ ഒരുപാടുണ്ടെന്ന് നമുക്ക് തോന്നും, പക്ഷേ ഒന്നുമില്ല. എന്താണ് ഈ പറയുന്ന വൈൽഡ് സാങ്ച്വറി അതെവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്തിരിക്കുന്നതാണ് ചോദിക്കുന്നത്. എന്താണെന്ന് ചോദിക്കുന്നത്, ഗഹിർമാത മറൈൻ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആൻഡ് വേൾഡ് ലാർജസ്റ്റ് നെസ്റ്റിംഗ് ബീച്ച് ഫോർ ദ വൾനറബിൾ ഒലീവ് റൈഡ്ലി എന്നൊക്കെ ചോദിച്ച് ലൊക്കേറ്റഡ് ഇൻ, അതായത് ഈ പറയുന്ന വൈൽഡ് ലൈഫ് സാനിറ്ററി, അതായത് ഗഹിർമാത മറൈൻ വൈൽഡ് ലൈഫ് സാനിറ്ററി ഏത് സംസ്ഥാനത്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിളായിട്ട് ചോദിച്ചാൽ മതി, അതിന് ഇത്ര വളച്ചു കൂട്ടി ചോദിക്കേണ്ട, അതിൻ്റെ പ്രത്യേകതകളൊന്നും പറഞ്ഞ് നമ്മൾ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. സെറ്റായതുകൊണ്ട് നമ്മൾ കൺഫ്യൂഷൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് അത്ര ചുമ്മാ നമുക്ക് നോക്കിയിട്ട് ആളുകളൊന്നും പാസ്സാക്കി വിടാൻ പറ്റുന്ന ഒരു എക്സാം അല്ല സെറ്റ് എക്സാം നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞതാണ് ആൻസർ ശ്രീ ഒഡീഷയിലാണ് ഈ വൈൽഡ് സാനിറ്ററി എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യാം, സാങ്ച്വറി ഉള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക നോക്കി, അത് ഒഡീഷയിലാണെന്നുള്ള കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ദെൻ നമുക്ക് നോക്കാനുള്ള ചോദ്യം
എന്ന് പറയുന്നത് നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ടാക്സ് ഇമ്പോസ്ഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ യൂണിയൻ ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്ന ടാക്സുകൾ, ഇമ്പോസ് ചെയ്യാത്ത ടാക്സുകളൊക്കെ നമുക്കറിയാം. ഇതിനകത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അതായത് യൂണിയൻ ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യാത്ത ടാക്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം കോർപ്പറേറ്റ് ടാക്സ് ഉണ്ട്. കോർപ്പറേറ്റ് ടാക്സിനെ പറ്റി നമുക്ക് നന്നായിട്ടറിയാം. അത് സെൻട്രൽ ഗവൺമെൻറ് ചെയ്യുന്ന ടാക്സാണ്. ഇൻ്റഗ്രേറ്റഡ് GST ടാക്സ്, അതുപോലെ തന്നെ ഇൻകം ടാക്സ്, ഇവയൊക്കെ എന്താണ് സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്നതാണ്. അതിൻ്റെ ഷെയറൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് ചില ടാക്സുകളിലൊക്കെ, ഈ ഓപ്ഷനിൽ പറയുന്ന ചില ടാക്സുകളിലൊക്കെ ഈ ഷെയറുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുത്തേ പറ്റുള്ളൂ. പക്ഷേ അതൊക്കെ ലെവി ചെയ്യുന്നതും അതൊക്കെ ഡയറക്റ്റ് മോണിറ്റർ ചെയ്യുന്നവരാണ് സെൻട്രൽ ഗവൺമെൻറ്റാണ്. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഏതാണ്? അത് ലാൻഡ് റവന്യൂ ആണ്. ലാൻഡ് റവന്യൂ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്, സെൻട്രൽ ഗവൺമെൻറ് അല്ല. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക. ദെൻ അടുത്തതാണ് 43. ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത കൂട്ടത്തിൽ പറഞ്ഞിരുന്നു, എപ്പോഴെങ്കിലും ഈ പറയുന്ന പോലെ ഏതെങ്കിലുമൊക്കെ ഒരു എഴുതിയ ബുക്സിനെ പറ്റി ചോദിക്കാറുണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ തവണ ചോദിച്ചിരിക്കുന്നത് ഏതാണ്? ഏജൻസ് ഗ്രേ എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനി ബ്രോൺട്ട് എന്നുള്ള കാര്യം. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം 45ാമത്തെ ചോദ്യം പോകാം. എന്താണ്? The campaign by Kerala government against drug and alcohol addiction and other substance. ഇവിടെ നമുക്ക് വിമുക്തി എന്നൊക്കെ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. പക്ഷേ മോസ്റ്റ് സ്യൂട്ടബിൾ എന്ന രീതിയിൽ നമുക്ക് എന്താണ് സുബോധം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണെന്ന് വേണേൽ അസം ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യമാണ് ഏത്? മീനിങ് ഓഫ് ഫേസ് ഫോൾ ഔട്ട് ഈസ് എന്നുള്ളത്. അത് ഓപ്ഷൻ ഡി ആണ് 46ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പാറ്റേണിലേക്ക് വരികയാണെങ്കിൽ, സ്കിപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് 52ാമത്തെ ചോദ്യം ISROയുടെ സിറ്റുവേഷണൽ സ്പേസ് സിറ്റുവേഷണൽ അവയർനെസ്, SSA, സ്പേസ് സിറ്റുവേഷണൽ അവയർനെസ് അങ്ങനെ പറയാം, SSA കൺട്രോൾ എന്താണ് സെൻറ്റർ നെയിം ചെയ്തിരിക്കുന്നത്. അതായത് ISRO സെറ്റപ്പ് ഡെഡിക്കേറ്റഡ് സ്പേസ് സിറ്റുവേഷണൽ അവയർനെസ് കൺട്രോൾ സെൻറ്റർ. ആ കൺട്രോൾ സെൻറ്ററിൻ്റെ പേര് എന്താണ് ചോദിച്ചിരിക്കുന്നത്? അത് ഓപ്ഷൻ എ ആണ്, നേത്രയാണ്. ശിവൻ നമ്മുടെ ISRO ഇപ്പോഴത്തെ ആൾ ശിവൻ സാറ് എന്താണ് അത് ആ നെയിം ചെയ്ത് ഇനാഗ്രേറ്റ് ചെയ്യുന്നൊക്കെ നമ്മൾ ന്യൂസിൽ കണ്ടിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് ആണ്, പത്രം വായിക്കുന്നവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. നേത്ര NETRA ആണ് SSA അവയർനെസ് കൺട്രോൾ സെൻറ്ററിൻ്റെ പേരെന്നുള്ള കാര്യം ഓർക്കുക. സ്പേസ് സിറ്റുവേഷണൽ അവയർനെസ് കൺട്രോൾ. ഓക്കെ, ഇനി അടുത്തത് നോക്കുക. വിച്ച് സ്റ്റേറ്റ് ഹാസ് റീസെൻ്റ്ലി ഡിക്ലെയർ 2020 ആസ് ദ ഇയർ ഓഫ് AI, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നമ്മൾ റോബോട്ടിക്കൊക്കെ വരും കാലഘട്ടത്തിൽ നമ്മൾ റോബോട്ട്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മുടെ ഇന്ത്യൻ സിനിമയെ കാണുന്ന പോലെയൊക്കെ അടുത്ത് തന്നെ സംഭവിക്കും എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റേജ് എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ അത് AI ആൻഡ് ഹാസ് സൈൻഡ് MOUs വിത്ത് ടെക് ഫേംസ് ഫോർ AI റിസർച്ച്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നടക്കും അല്ലെങ്കിൽ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് IT ഫേംസുമായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ടെക് ഫേംസുമായിട്ട് സൈൻ ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, തെലങ്കാനയാണ് ഈ പറയുന്ന സ്റ്റേറ്റ്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് റിസർച്ചിന് വേണ്ടിയിട്ട് കുറച്ച് കമ്പനികളുമായിട്ട് റിസർച്ച് നടത്തുന്നതിന് വേണ്ടിയിട്ട് സൈൻ ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് തെലങ്കാനയാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 54ാമത്തെ ചോദിക്കുക, ഡാഷ് ഈസ് ദ കൺവെൻഷൻ അഡോപ്റ്റഡ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഓസോൺ ലെയർ. ഓസോൺ ലെയറിൻ്റെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് അഡോപ്റ്റ് ചെയ്ത കൺവെൻഷൻ ഏതായിരുന്നു? അല്ലെങ്കിൽ ആ ഓസോൺ ലെയറിൻ്റെ പ്രൊട്ടക്ഷൻ അഡോപ്റ്റ് ചെയ്യാൻ പറഞ്ഞുള്ള ഈ പറയുന്ന ഇത് ഏത് കൺവെൻഷൻ വെച്ചിട്ടാണ് ചോദിക്കുന്നത്. എവിടെ വെച്ചായിരുന്നു കൺവെൻഷൻ നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് കൺവെൻഷനിലായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് വിയറ്റ്നയിലാണ്. 1985 വിയറ്റ്ന കൺവെൻഷൻ നടക്കുന്നത്. ഈ കൺവെൻഷൻ തന്നെയാണ് ഫ്രെയിം വർക്ക് കൺവെൻഷൻ എന്നും പറയുന്നത്. അതായത് ഈ ഓസോൺ ലെയർ പ്രൊട്ടക്ഷനൊക്കെ വേണ്ടിയിട്ട് തുടർന്ന് അങ്ങോട്ടുള്ള നടപടിക്കുള്ള ഒരു ഫ്രെയിം വർക്ക് കൂടിയിട്ടായിരുന്നു ഈ പറയുന്ന വിയറ്റ്ന കൺവെൻഷൻ. അതുകൊണ്ട് ഈ കൺവെൻഷനെ എന്തെന്നും കൂടെ പറയാറുണ്ട്, ഫ്രെയിം വർക്ക് കൺവെൻഷൻ എന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇതിനെ പറയാറുണ്ട്. ദെൻ അടുത്ത ചോദ്യമാണ് 56ാമത്തെ ചോദ്യം നോക്കുക. എന്താണത്? A digital stethoscope called IUSync to check patients who were infected with COVID-19 was developed. അതായത് COVID-19മായി ബന്ധപ്പെട്ട് ഇൻഫെക്റ്റഡ് ആയിട്ട് ആളുകളെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ സ്റ്റെതസ്കോപ്പ് ഡെവലപ്പ് ചെയ്തത് ഇതിൽ ആരാണെന്ന് ചോദിക്കും. അത് ഓപ്ഷൻ സി ആണ്, IIT ബോംബെ ആണ്. സ്റ്റാർട്ടപ്പ് മിഷനാണ്. അതെന്താണ്? ചെസ്റ്റ് ബൗൺസ്, ടെസ്റ്റിംഗ് ടു ചെസ്റ്റ് ബൗൺസ് ടെസ്റ്റ് ചെയ്യുന്ന, അതായത് COVID-19 ബന്ധപ്പെട്ട് കറണ്ട് ന്യൂസാണ്. അപ്പം ഇത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IIT മുംബൈ ആണ് അങ്ങനെ ഒരു സ്റ്റെതസ്കോപ്പ് ഡെവലപ്പ് ചെയ്ത്. IIT മുംബൈ ഓപ്ഷൻ സി ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർത്ത് വെച്ചിരിക്കുക. ദെൻ അടുത്ത ചോദ്യം
57 എന്താണ് കോവിഡ് വാക്സിനേഷനുമായിട്ട് ബന്ധപ്പെട്ട ഈ പറയുന്ന പ്രത്യേക ഫോം ചെയ്തിട്ടുള്ള ഇതിൻ്റെ ചെയർമാൻ ആരാണ്? നാഷണൽ എക്സ്പെർട്ട് ഗ്രൂപ്പ് ഓഫ് വാക്സിൻ അഡ്മിനിസ്ട്രേഷൻ. വാക്സിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഈ പറയുന്ന നാഷണൽ എക്സ്പെർട്ട് ഗ്രൂപ്പ് ഓൺ വാക്സിൻ അഡ്മിനിസ്ട്രേഷൻ രൂപീകരിച്ചു. അതിൻ്റെ ചെയർമാൻ ഡോക്ടർ വി.കെ. പോളാണ്. ഓപ്ഷൻ എ ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓർത്ത് ചെയ്ത് വെക്കുക. ഇനി 58 സ്പോർട്സുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സിൽ പെട്ട ഒരു കാര്യമാണ്. എന്താണ്? ദ വിന്നർ ഓഫ് ദ ഫ്രഞ്ച് ഓപ്പൺ 2021 അല്ലേ? 2021 മെൻസ് സിംഗിൾ ടൈറ്റിൽ വിന്നർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്, നൊവാക്കാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ദെൻ 59 സ്പോർട്സുമായി ബന്ധപ്പെട്ട മറ്റൊരു കറണ്ട് അഫയേഴ്സ് ആണ്. അത് ഏഷ്യൻ ഗെയിംസ് 2020. ഒളിമ്പിക്സ് ഒക്കെയാണ് എല്ലാ തവണയും ചോദിക്കാറ്. ഒളിമ്പിക്സ് നമുക്കറിയാം ഇത്തവണ ഇതൊക്കെ ആയതുകൊണ്ട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഏഷ്യൻ ഗെയിംസ് 2022 ഹോസ്റ്റ് ചെയ്യുന്ന ആരാണ്? 2022 ഹോസ്റ്റ് ചെയ്യുന്ന ആരാണ്? അത് ചൈനയിലാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. 59 സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 60ാമത്തെ ചോദ്യം. The prestigious ആകാശവാണി മ്യൂസിക് ഫെസ്റ്റിവൽ ഹാസ് ബീൻ റീനെയിംഡ് ആഫ്റ്റർ ആരാണ്? ആഫ്റ്റർ പണ്ഡിറ്റ് അല്ലേ? ഓപ്ഷൻ എ ആണ്, ജോഷി അല്ലേ? ഭീംസൻ ജോഷിയുടെ കാലഘട്ടത്താണ് എന്ത് ചെയ്യുന്നത്? ഇത് റീനെയിം ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് 60ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. കുറച്ച് അഡ്വാൻസ്ഡ് ചോദ്യമായിട്ട് വേണം, അല്ലെങ്കിൽ കുറച്ച് ജനറൽ നോളജാണ് എങ്കിൽ നമ്മൾ അത്ര ടച്ച് ചെയ്യാത്ത ഒരു ഏരിയ കൂടിയിട്ടാണെന്നുള്ള കാര്യം. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? നോക്കിയിരിക്കുക. ദെൻ ബേസിക് എഡ്യൂക്കേഷൻ ഫിലോസഫി പഠിച്ചപ്പോൾ നമുക്കറിയാം നമ്മൾ പ്രധാനമായിട്ടും സ്വാമി വിവേകാനന്ദ, ജോൺ ഡോയി, പ്ലേറ്റോ, റൂസോ, ഗാന്ധിജി, ടാഗോർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് എഡ്യൂക്കേഷൻ ഫിലോസഫി നമ്മൾ വിദ്യാഭ്യാസ ക്ലാസ്സിൽ നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഫിലോസഫർ ആയിരുന്നു. ആരുടെ എഡ്യൂക്കേഷൻ ഫിലോസഫി കൂടുതൽ സ്ട്രെസ് ചെയ്ത് നമ്മൾ പറഞ്ഞത്? നമ്മുടെ ഗാന്ധിജിയുടെ അല്ലേ? അപ്പോൾ ഗാന്ധിജിയുടെ ബേസിക് എഡ്യൂക്കേഷൻ സ്കീം എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പോൾ ബേസിക് എഡ്യൂക്കേഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ബൈ ഗാന്ധിജി ആണെന്നുള്ള കാര്യം ഓർക്കുക. ബേസിക് എഡ്യൂക്കേഷൻ പ്രൊപ്പോണ്ട് ചെയ്താരാണ്? അത് ഗാന്ധിജിയാണ്. അപ്പോൾ നമുക്കല്ലേ 61 ഡി ആണ് ഇതിൻ്റെ ആൻസർ എന്നുള്ളത് നമുക്കറിയാം. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ആർട്ടിക്കിൾ. ഞാൻ ഇന്നലെയും, അതായത് സെറ്റിൻ്റെ ക്ലാസ് എന്നൊക്കെ വിദ്യാവേദി നമ്മൾ പറഞ്ഞ ക്ലാസ്സുകളുണ്ടോ, നമ്മൾ ലൈവ് സെക്ഷൻ ആയിക്കോട്ടെ മറ്റു ക്ലാസ്സുകളായിക്കോട്ടെ, അതായത് പരീക്ഷയുടെ തലേന്നായി ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ വിട്ടുപോകാതെ പഠിക്കേണ്ട 2 ആർട്ടിക്കിൾ, നിങ്ങൾ ഒരിക്കലും അത് നോക്കാതെ പോകരുതെന്ന് ഞാൻ ഇന്നലെ കമ്പൾസറി ആയിട്ട് പറഞ്ഞിരുന്നു. അതിലൊരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത്. എന്താണ് ചോദിക്കുന്നത്? ദ ആർട്ടിക്കിൾ ഡാഷ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുർ free and compulsory education to all children of the age 6 to 14. 6 മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിത വിദ്യാഭ്യാസവും കൊടുക്കണമെന്ന് പറയുന്ന വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്ന് പറയപ്പെടുന്ന ആർട്ടിക്കിള് അത് ഏത് അമെൻമെൻറ്റ് കൂടിയാണ്, എന്നാണ് കൂട്ടിച്ചേർത്തതെന്നൊക്കെ നമ്മൾ ഇന്നലെ വളരെ വിശദമായിട്ട് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ 21A ആണ്. സെറ്റിൻ്റെ പരീക്ഷയിൽ, ഇതുവരെയുള്ള പരീക്ഷകളിൽ 21A ചോദിക്കാതിരുന്നിട്ടില്ല. വളരെ റെയറായിട്ട് മാത്രമേ ചോദിക്കാറുള്ളൂ. അത് ഈ തവണയെ ആവർത്തിച്ചിരിക്കുന്നു. 21A ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ദെൻ അടുത്ത ചോദ്യം നോക്കുക. രവീന്ദ്രനാഥ് ടാഗോർ സജസ്റ്റ് ദ കോട്ടിംഗ് ആണ്, അതായത് ടാഗോറിൻ്റെ ഒരു കോട്ടിംഗ് ആണ്. ദ വൈഡ് റോഡ് ലീഡിങ് ടു ദ സൊല്യൂഷൻ ഓഫ് ഓൾ അവർ പ്രോബ്ലം ഈസ് പെഡഗോഗിയാണോ, ടീച്ചറാണോ, സൊസൈറ്റിയാണോ? അദ്ദേഹത്തിൻ്റെ കോട്ടിംഗ് ആണ്. കോട്ടിംഗ് ഞാൻ ഇന്നലെ പറഞ്ഞ എഡ്യൂക്കേഷൻ ഫിലോസഫറും ഏതുകൊണ്ട് കോട്ടിംഗ് നോക്കണം. ഇന്നലെ നമ്മൾ ജോൺ ഡേവിയുടെ മഹാത്മാഗാന്ധിയുടെ കോട്ടിംഗ് വളരെ പെട്ടെന്ന് നോക്കിപ്പോയിരുന്നു. മറ്റുള്ളവരെ നോക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വളരെ ഫേമസ് ഉള്ള കോട്ടിംഗ് ആണ്. ഇവിടെ ഓപ്ഷൻ ഡി ആണ്. അവർ പ്രോബ്ലം ഈസ് എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഇന്നലെ വൈഡ് റോഡ് ലീഡിങ് ടു സൊല്യൂഷൻ ഫോർ നമ്മുടെ പ്രോബ്ലംസിനുള്ള പരിഹാരം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ അല്ലേ? അല്ലെങ്കിൽ പരിഹാരത്തിലെ നയിക്കുന്ന ഏതിലൂടെയാണ്? എഡ്യൂക്കേഷനിലൂടെയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് 65ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ എന്താണ് പോസിറ്റീവ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ടതാണ്. സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പിന്നീട് അറിയിക്കുന്നതാണ്. ദെൻ നമുക്ക് നോക്കാനുള്ള മറ്റ് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. Utility and the change are the basic principle of പ്രാഗ്മാറ്റിസം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പ്രാഗ്മാറ്റിക്കേഴ്സ് എന്ന് പറയുമ്പോൾ അത് ഏത് പ്രിൻസിപ്പിളിൽ ബേസ് ചെയ്തിട്ടാണ് എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായിട്ട് റിപ്പീറ്റ് അടിച്ച് നമ്മുടെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതേതാണ്? അത് പ്രാഗ്മാറ്റിസമായിട്ട് ബന്ധപ്പെട്ട് അല്ലേ? പ്രാഗ്മാറ്റിക്സ് തിയറിയാണ് യൂട്ടിലിറ്റി പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുള്ള നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ് കണ്ടിട്ടുള്ള, നോട്ട് പ്രിപ്പയർ ചെയ്യാത്ത, ജസ്റ്റ് ആ ക്ലാസ് കണ്ടിട്ടുള്ള, നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഏതൊരു മനുഷ്യനും ഈ ചോദ്യം എന്ത് ചെയ്യുക? സുഖമായിട്ട് എന്ത് ചെയ്യുക? അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഓപ്ഷൻ സി ആണെന്നുള്ള കാര്യം ഓർക്കുക. ദെൻ 69ാമത്തെ ചോദ്യം. ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞ 2 ആർട്ടിക്കിളും നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിട്ട് പോകണമെന്നാണ് പറഞ്ഞിരുന്നത്. അതിലൊരു ആർട്ടിക്കിളാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉൾപ്പെടുന്ന 51A എന്നുള്ളത്.
അപ്പോൾ 51 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് 51A-G എന്നൊക്കെ മാറി ചോദിക്കാറുണ്ട്. അപ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നിങ്ങൾ ഈ ഒരു ആർട്ടിക്കിൾ പഠിക്കാതെ നിങ്ങൾ പോകരുതെന്നില്ല വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നത്. അത് കേട്ട ആളുകൾക്ക് ഇവിടെ 2 മാർക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ നോക്കുക, സേഫ് ഗാർഡ് ഓഫ് പബ്ലിക് പ്രോപ്പർട്ടി ആൻഡ് അബ്ജോർബ് വയലൻസ് ഈസ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി വിച്ച് കണ്ടെയ്ൻഡ് ഇൻ ആർട്ടിക്കിൾ ഡാഷ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. 51A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ പെട്ട കാര്യമാണെന്നുള്ളത് നിങ്ങളവിടെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇന്നലെ നോക്കിയിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, എന്തറിയാം, അത് സുഖമായിട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ 2 ആർട്ടിക്കിൾ എങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് പോയേ പറ്റൂ എന്ന് പറഞ്ഞിരുന്നു. അതൊരു ആർട്ടിക്കിളാണ് 51. ഇനി ആയാലും ഏതൊരു പരീക്ഷയ്ക്കാണെങ്കിലും ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഈ പറയുന്ന ആർട്ടിക്കിളുകൾ വളരെ വ്യക്തമായ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം, പഠിച്ചിട്ട് പോകണം. കാരണം എന്ത് ചെയ്യും, അത് പരീക്ഷയ്ക്ക് ചോദിക്കും, എപ്പോഴും ചോദിക്കാൻ. ഈ 51A എല്ലാ, അതായത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എല്ലാ സെറ്റിൻ്റെ ഫസ്റ്റ് പേപ്പറിനകത്ത് ചോദിക്കുന്നതാണ്. പൊളിറ്റിക്കൽ സയൻസിൻ്റെ സെറ്റിൻ്റെ സബ്ജക്റ്റ് പേപ്പറിനകത്തും ഫസ്റ്റ് പേപ്പറിനകത്തും ഈ പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും നിർദ്ദേശ തത്വങ്ങൾ, അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഉൾപ്പെടുന്ന ഈ ആർട്ടിക്കിൾ ചോദിക്കാറുള്ളതാണ്. നിങ്ങൾ അതെങ്കിലും എന്ത് ചെയ്യാം, കൃത്യമായിട്ട് ഇനിയെങ്കിലും ഇത് തെറ്റിപ്പോയിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യണം, ഇത് നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു ചോദ്യമാണെന്നുള്ള കാര്യം ഓർക്കുക. ദെൻ അടുത്ത ചോദ്യം നമുക്ക് നോക്കാനുള്ളത്, പ്രൈമറി സ്കൂളിൽ നമുക്കറിയാം ഡിസ്കാൽക്കുലിയയും ഡിസ്ഗ്രാഫിയും ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇവിടെ നമ്മൾ താരെ സമയംബർ സിനിമയൊക്കെ കണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, നോക്കിയിരിക്കണം നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഡിസ്ഗ്രാഫി ആണല്ലേ, ഓപ്ഷൻ സി ആണെന്നുള്ള കാര്യം ഇവിടെ നമ്മളെ കാര്യം അറിയാം. അപ്പം ഡിസ്കാൽക്കുലിയ എന്താണ്, ഡിസ്ഗ്രാഫി എന്താണ്, ഡിസ്ലെക്സിയ എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലേ. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ താരെ സമയംബർ സിനിമയൊക്കെ കണ്ടിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ഇത് ഇന്നതാണ് അല്ലെങ്കിൽ അതാണെന്നുള്ളത് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നതാണ്. നിങ്ങളത് എന്ത് ചെയ്ത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ മാത്രമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളൊന്നും ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യം, അത് പറഞ്ഞ് അതെങ്കിലും നിങ്ങൾ നോക്കിയിരുന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സുഖമായിട്ട് ഈ പേപ്പർ ക്ലിയർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്, പറ്റിയ ആൾക്കാർക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്ത ആൾക്കാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് നോക്കേണ്ടത്. ദെൻ നമുക്കിനി അടുത്ത് നോക്കേണ്ടത്, ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ ഇന്നലെ പറഞ്ഞു എഡ്യൂക്കേഷൻ. ഞാൻ പറഞ്ഞു പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, പ്രീ ഇൻഡിപെൻഡൻസ്, ഈ എഡ്യൂക്കേഷൻ നമുക്കറിയാം. മെക്കാളെ മിനിറ്റ്സ് ഞാൻ ഇന്നലെ പറഞ്ഞ് പ്രധാനമായിട്ട് നോക്കേണ്ടത് എഡ്യൂക്കേഷനിൽ നമ്മൾ ഡെവലപ്മെൻറ്റിൽ നമ്മൾ നോക്കേണ്ടിയിരുന്ന കാര്യങ്ങൾ എടുത്തെടുത്ത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. എഡ്യൂക്കേഷണൽ എന്താണ് എഡ്യൂക്കേഷൻ കമ്മീഷൻ, അതായത് നമ്മുടെ മെക്കാളെ മിനിറ്റ്സ്, വുഡ്സ് ഡെസ്പാച്ച്, ഹണ്ടർ കമ്മീഷൻ, അതായത് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ളത് ഇത്രയെങ്കിലും നോക്കി മസ്റ്റായിട്ട് നോക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്ന, ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി പറഞ്ഞിരുന്ന, വളരെ എന്താണ് മോഡേൺ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ തുടങ്ങിയിരുന്ന, ഇന്ത്യക്ക് വേണ്ടി ക്ലറിക്കൽ ജോലി ചെയ്യാൻ പോലുള്ള ഒരു വിഭാഗത്തെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ മിനിറ്റ്സ് അല്ലെങ്കിൽ രേഖയാണ് മെക്കാളെ മിനിറ്റ്സ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെ ചോദ്യം നോക്കുക, എഡ്യൂക്കേഷൻ ഷുഡ് ക്രിയേറ്റ് എ ക്ലാസ് ഓഫ് പേഴ്സൺ ഇന്ത്യൻ ഇൻ blood and color but English in taste, in opinion, in morals and in intellect. അതായത് എന്താണ്, അതായത് രക്തത്തിലും നിറത്തിലും ഒക്കെ ഇന്ത്യക്കാരും, പക്ഷേ അഭിരുചിയിലും അഭിപ്രായത്തിലും അവരുടെ ധാർമ്മികതയിലും ബുദ്ധിയിലും ബ്രിട്ടീഷുകാരായിട്ടുള്ള ആൾക്കാരെ ഒരു ജനതയെ വാർത്തെടുക്കലാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുകയും അത് അരിച്ചിറങ്ങുമെന്നൊക്കെ പറഞ്ഞ ആളാണ് മെക്കാളെ മിനിറ്റ്സ്. അവിടെ അരിച്ചിറങ്ങൽ, അവിടെ മെക്കാളെ മിനിറ്റ്സിനകത്താണ് എന്തു വരുന്നത്, ഈ ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി വരുന്നത്. ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി ഇവിടെ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ ആരാണ്, അത് വുഡ് ഡെസ്പാച്ചിൻ്റെ ആണെന്നുള്ളത് ഇന്നലെ നമ്മൾ എടുത്തു പറഞ്ഞിരുന്നു. മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ അത് വുഡ് ഡെസ്പാച്ചിൻ്റെ എഡ്യൂക്കേഷൻ പറഞ്ഞിരിക്കുന്ന അറിയപ്പെടുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ രാധാകൃഷ്ണൻ കമ്മീഷനാണ് നമ്മൾ പറഞ്ഞത്, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി ഇവിടെ വരുന്നതാണെന്ന് അറിയണം. അത് മെക്കാളെ മിനിറ്റ്സിൽ വരുന്നതാണ്. മെക്കാളെ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതെന്ന് നമുക്കറിയണം. അപ്പോൾ അതറിയണമെങ്കിൽ മെക്കാളെ മിനിറ്റ്സിൻ്റെ ഡേറ്റ് ഞാൻ പറഞ്ഞിരുന്നു. മെക്കാളെ മിനിറ്റ്സിനകത്ത് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. മെക്കാളെ മിനിറ്റ്സിൽ പറഞ്ഞിരിക്കുന്നതാണ് ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി, അരിച്ചിറങ്ങൽ സിദ്ധാന്തം. ഇത് ഇത്രയും അറിയണമെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ വിശദമായിട്ട് നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നോക്കുക.
NIEPA. ഞാൻ ഇന്നലെ നിങ്ങളോട് എടുത്തു പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഈ പറയുന്നത്. ഇതിൻ്റെ പേര് പിന്നീട് പരിഷ്കരിച്ചിട്ടുണ്ട്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്നലെ ലൈവ് സെക്ഷനിൽ ഞാൻ ഇന്നലെ എടുത്തു പറഞ്ഞൊരു പോയിൻ്റാണ് NIEPA എന്ന് പറയുന്നത്. ഈ NIEPA സ്റ്റാൻഡ് ഫോർ അതിൻ്റെ എക്സ്പാൻഡഡ് ഫോം. ഞാൻ UGC, MHRD അതുപോലുള്ള കാര്യങ്ങൾ എക്സ്പാൻഡ് SCRT, NCRTയുടെ ഒക്കെ NCET തുടങ്ങിയവിടെയൊക്കെ എക്സ്പാൻഡഡ് ഫോം പഠിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിൻ്റെയും കൂടെ നോക്കണമെന്ന് ഇന്നലെ ഞാൻ എടുത്തു പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ വന്നിരിക്കുന്ന ചോദ്യം നിങ്ങൾ നോക്കുക. എന്താണ് ഇവിടെ NIPയുടെ പിന്നെ ഫുൾ ഫോം എന്താണ്? NIPയുടെ എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ പ്ലാനിങ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ അല്ലേ? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിങ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. പിന്നീട് അത് എന്തെങ്കിലും അറിയപ്പെടുന്നുണ്ട്, NUEPA എന്ന് പിന്നീട് അറിയപ്പെട്ടു. ആ പരീക്ഷയ്ക്ക് കഴിഞ്ഞ പേരിൽ അതാണ് ചോദിച്ചത്. NIEPയുടെ ഏറ്റവും എക്സ്പാൻഡ് ഫോം അല്ലെങ്കിൽ ഏറ്റവും റീസെൻ്റ് എങ്ങനെയാണ് അറിയപ്പെടുന്നത്, കൺവേർട്ട് ചെയ്ത് എങ്ങനെയാണ് ചോദിച്ചത്. അത് NIEPA ആണ്. പിന്നീട് എന്താണെന്ന് പറയുക, NUEPA, അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പകരം നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് എഡ്യൂക്കേഷൻ പ്ലാനിങ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പേര് മാറ്റിയിട്ടുള്ളത് ഏത് പദ്ധതിയായിരുന്നു ചോദിച്ചത്. അത് ഏതായിരുന്നു? അത് NIEPA ആണ്. NIEPA വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ പ്ലാനിങ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്നുള്ളത് നോക്കി വെക്കുക. ദെൻ അടുത്തത് നമുക്ക് നോക്കേണ്ടതാണ്. അടുത്തെന്താണ്? എഡ്യൂക്കേഷൻ ഫിലോസഫിയുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ ടോപ്പിക്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഞാൻ ഈ പറയുന്ന ഐഡിയലിസം, പ്രാഗ്മാറ്റിസം, നാച്ചുറലിസം, ഹ്യൂമനിസം, റിയലിസം ഇങ്ങനെയുള്ള ഇസത്തിൻ്റെ എല്ലാം ഒന്നും പഠിച്ചില്ലെങ്കിലും അതിൻ്റെ ബേസിക് തീമുകളും അതിൻ്റെ പ്രൊപ്പോണൻസും ആരൊക്കെയാണെന്നുള്ളത് നിങ്ങൾ നോക്കി വെക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് വിച്ച് എം ദ ഫോളോയിങ് ഇത് ബേസിസ് ഓഫ് ഗാന്ധിയൻ ഫിലോസഫി. ഗാന്ധിയൻ ഫിലോസഫി ഏതാണ്? നാച്ചുറലിസം ആണോ? ചില ഗാന്ധിയൻ ഐഡിയൽസ് നോക്കുമ്പോൾ നമുക്ക് നാച്ചുറലിസം ആണെന്ന് തോന്നാം. ചില ഗാന്ധിയൻ ഐഡിയൽസ് നോക്കുമ്പോൾ ചില എന്താണ് ഐഡിയലിസവുമായി ബന്ധപ്പെട്ടാണ് നോക്കാം. ചില പ്രാഗ്മാറ്റിസം അല്ലേ, ഈ പറയുന്ന പോലെ വർദ്ധ സിസ്റ്റമൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ചേർക്കുമ്പോൾ പ്രാഗ്മാറ്റിസവുമായി ബന്ധപ്പെട്ടാണല്ലോ ചെയ്ത് പഠിക്കണം അല്ലേ. അതുപോലെ നാച്ചുറലിസവുമായി ബന്ധപ്പെട്ട പല പ്രിൻസിപ്പിളും ഗാന്ധിയൻ ഐഡിയോളജി കാണാം. ഐഡിയലിസവുമായി ബന്ധപ്പെട്ട പല ഐഡിയോളജിയും ഒക്കെ ഇവിടെ കാണാം, ഗാന്ധിയൻ ഐഡിയോളജിയിൽ കാണാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ബ്ലെൻഡിങ് ആണ്. നമ്മൾ ഫിലോസഫി, എഡ്യൂക്കേഷൻ ഫിലോസഫി പഠിച്ചപ്പോൾ വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ പറഞ്ഞിരുന്നു ബ്ലെൻഡിങ്. ഇതെല്ലാത്തിൻ്റെയും ഒരു ബ്ലെൻഡിങ് കണ്ടിരുന്നു. അപ്പോൾ നാച്ചുറലിസത്തിൻ്റെ ഗാന്ധിയൻ ഐഡിയോളജി നമ്മൾ പറഞ്ഞു ഏതൊക്കെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഗാന്ധിയൻ ഫിലോസഫിയിൽ നാച്ചുറലിസത്തിൻ്റെ അംശമുണ്ടെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. പ്രാഗ്മാറ്റിക്സിൻ്റെ അംശം കാണുന്നത് എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഐഡിയലിസത്തിൻ്റെ അംശം ഗാന്ധിയൻ ഐഡിയോളജി കാണുന്നത് എന്തൊക്കെ പോയിന്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അത് നോക്കിയിരുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാം, അത് മനസ്സിലായിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. ഈ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്ലാസ്സിൽ നിന്ന് വന്ന ചോദ്യമാണിത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ മാച്ച് ദ ഫോളോയിങ്. നമുക്കറിയാം സൈക്കോളജിയുമായി ബന്ധപ്പെട്ട മാച്ച് ദ ഫോളോയിങ് ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ദെൻ നമുക്കിനി നോക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇത്രയും നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും റീസെൻ്റായിട്ട് സെക്ഷൻ 354A എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് ഇപ്പം ഒരുപാട് ഡൊമസ്റ്റിക് വയലൻസ്, ഗാർഹിക പീഡനങ്ങൾ അല്ലേ, ഉത്തരവാദികളുടെ വിസ്മയം, അങ്ങനെയുള്ള ഒരുപാട് കേസുകൾ നമുക്കുണ്ട്. അപ്പോൾ അതുമായിട്ട് അതെങ്കിലും ആ ഒരു ഇത് വെച്ചിട്ടെങ്കിലും നിങ്ങൾ നോക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് സുഖമായിട്ട് അത് കിട്ടും. അതായത് പത്രം വായിക്കുന്ന ഒരാൾക്ക് ഈ ചോദ്യം 354 സെക്ഷൻ IPC ആണ് നമുക്കറിയാം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അത് 354A ബന്ധപ്പെട്ടാണ് സെക്ഷൽ ഹരാസ്മെൻറ്റ് ആൻഡ് പണിഷ്മെൻറ്റ് ഫോർ സെക്ഷൽ ഹരാസ്മെൻറ്റ് ആണെന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, നമുക്കറിയാം, നമ്മൾ നോക്കിയിട്ടുള്ളതെന്നുള്ളത് നമുക്കറിയാം. ദെൻ മറ്റ് പ്രധാനപ്പെട്ട പോയിൻ്റുകൾ നമുക്ക് ഡിസ്കസ് ചെയ്ത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ടത് മാത്രമായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ എന്ത് വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്.